അസ്സാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ഇതിനായിട്ട് ഒരു ബൗളിലേക്ക് 3 ടേബിൾ സ്പൂൺ ഇൻസ്റ്റന്റ് കോഫി പൗഡർ ഇട്ട് കൊടുക്കാം. സാധാരണ കോഫി പൗഡർ അല്ല, ഇൻസ്റ്റന്റ് കോഫി പൗഡർ തന്നെ എടുക്കാം. ബ്രൂ പോലത്തെ ഏതെങ്കിലും ഇൻസ്റ്റന്റ് കോഫി പൗഡർ എടുക്കാം. അതുപോലെ തന്നെ അളവുകളെല്ലാം കൃത്യമായിട്ട് എടുക്കുക, എന്നാൽ മാത്രമേ പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. 3 ടേബിൾ സ്പൂൺ കോഫി പൗഡറും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നല്ല ചൂടുള്ള വെള്ളം ഒരു 1/2 കപ്പ് ഒഴിച്ചു കൊടുക്കാം. ഗ്ലാസ്സിലാണെന്നുണ്ടെങ്കിൽ 1/2 ഗ്ലാസ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. കോഫി പൗഡറിന്റെ മിക്സ് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിവിടെ ഇരിക്കട്ടെ. ഇനി ഒരു ബൗളിലേക്ക് 1/2 കപ്പ് കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം. ഇത് അളവ് കപ്പാണ് എടുത്തിട്ടുള്ളത്. 250 ml കപ്പളവിന്റെ പകുതി കപ്പളവാണ് 1/2 കപ്പ്. ഇതുപോലത്തെ അളവ് കപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ ഗ്ലാസിന്റെ അളവിൽ 1/2 ഗ്ലാസ് കോൺഫ്ലോർ അളന്നെടുക്കുക. കോൺഫ്ലോർ കുത്തി നിറച്ചെടുക്കരുത്, ഒന്ന് ലെവൽ ചെയ്ത് എടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ സാധാരണ പച്ചവെള്ളം തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഒരു 1/4 കപ്പ് ആദ്യം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് വീണ്ടും 1/4 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുക. 1/2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഗ്ലാസിൻ്റെ അളവിലാണെന്നുണ്ടെങ്കിൽ 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. കട്ടകളില്ലാതെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക. ആദ്യമേ നമ്മൾ വെള്ളം ഒരുമിച്ച് ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ കട്ടകൾ ഫുള്ളായിട്ട് മാറി കിട്ടില്ല. അപ്പോൾ കട്ടകളെല്ലാം ഒന്ന് ഉടച്ചെടുത്തതിന് ശേഷം വീണ്ടും 1/4 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ കോൺഫ്ലോറിൻ്റെ മിക്സും റെഡി ആയിട്ടുണ്ട്. ഇതിവിടെ ഇരിക്കട്ടെ. ഈ ഒരു പാത്രത്തിലേക്ക് 3 കപ്പ് പാലൊഴിച്ചു കൊടുക്കാം. അളവ് കപ്പിനാണ് 3 കപ്പ് പാലൊഴിച്ചു കൊടുക്കുന്നത്. ഇതിന് പകരമായിട്ട് ഗ്ലാസ്സിലാണെന്നുണ്ടെങ്കിൽ 3 ഗ്ലാസ് പാല് അളന്നെടുക്കാം. അതാ 3 കപ്പ് പാലൊഴിച്ചു കൊടുത്തു. പാലെടുക്കുന്ന സമയത്ത് ഫുൾ ഫാറ്റ് മിൽക്ക് തന്നെ എടുക്കാം. ഇനി പാലൊന്ന് ചൂടാക്കി എടുക്കാം. തിളക്കണ്ട, നല്ലതുപോലെ ഒന്ന് ചൂടാവട്ടെ. പാല് നല്ലതുപോലെ ഒന്ന് ചൂടായിട്ടുണ്ട്. ഇനി മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നമ്മൾ ഏത് കപ്പിലാണോ പാല് അളന്നെടുത്തിട്ടുള്ളത് അതേ കപ്പിൽ തന്നെ 1/4 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് കണ്ടൻസ് മിൽക്കും ചേർത്ത് കൊടുക്കാവുന്നതാണ്. പഞ്ചസാര ആണെന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതല്ല പഞ്ചസാരയും കണ്ടൻസ് മിൽക്കും പകുതി വീതം ആണെന്നുണ്ടെങ്കിൽ അവരവരുടെ മധുരത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. കോഫി പൗഡറൊക്കെ നമ്മൾ ചേർക്കുന്നത് കൊണ്ട് കുറച്ച് മധുരം വേണമല്ലോ, അതുകൊണ്ടാണ് 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുള്ളത്. ഇത്രയും മധുരം വേണ്ടെന്നുണ്ടെങ്കിൽ 1/2 കപ്പ് പഞ്ചസാര എടുക്കാം. ഇത് അത്യാവശ്യം മധുരം ഉണ്ടാവും. പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കോഫി പൗഡറിന്റെ മിക്സാണ്. നമ്മൾ കലക്കി വെച്ചില്ലേ കോഫി പൗഡർ, അതങ്ങ് ഒഴിച്ചു കൊടുക്കാം. പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. സിമ്പിളാണ്, നല്ല ടേസ്റ്റുമാണ്. കോഫി പൗഡറിന്റെ ടേസ്റ്റൊക്കെ ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. അപ്പോൾ നല്ലതുപോലെ ഒന്ന് ചൂടാവണം. തിളയ്ക്കുന്നതിന് മുമ്പായിട്ടാണ് നമ്മുടെ കോൺഫ്ലോറിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കുക. ഈ ഒരു സമയം മധുരം ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. വേണമെന്നുണ്ടെങ്കിൽ മധുരം കുറച്ച് കൂടുതൽ വേണ്ടവർക്ക് മധുരം ചേർത്ത് കൊടുക്കാം. ഇപ്പം നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്കാണ് നമ്മൾ കോൺഫ്ലവർ കലക്കി വെച്ചത് ഒന്നുകൂടി കലക്കിയതിന് ശേഷം ഇതിലേക്ക് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുക്കും തോറും ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം കോൺഫ്ലവറിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. വീണ്ടും മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. കരി വിടാതെ ഇളക്കി കൊടുക്കാം. ഇനി ഇതിൽ ഫ്ലേവറിന് വേണ്ടിയിട്ട് നമ്മളൊന്നും തന്നെ ചേർക്കുന്നില്ല. കോഫി പൗഡറിൻ്റെ ആ ഒരു ഫ്ലേവറാണുള്ളത്. പെട്ടെന്ന് സിമ്പിളായിട്ട് കണ്ടില്ലേ, പെട്ടെന്ന് ഇതൊന്ന് കുറുകി സെറ്റായി വരുമ്പോൾ തന്നെ നമുക്കിത് റെഡിയായി കിട്ടും. തിളച്ചതിന് ശേഷം 1-2 മിനിറ്റും കൂടി ഇളക്കി കൊടുക്കേണ്ടി വരും. അപ്പോൾ കണ്ടില്ലേ, സൈഡിലൊക്കെ തിളച്ച് വരുന്നുണ്ട്. കൈവിടാതെ ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ കട്ട കെട്ടിപ്പോവും. ഇനി 1-2 മിനിറ്റും കൂടി ഒന്ന് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇളക്കി കൊടുക്കുക. ഏറ്റവും മീഡിയം ഫ്ലെയിമാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. 2 മിനിറ്റ് ഇളക്കി കൊടുക്കുക. ഇനി ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യാൻ പോകുന്നത് ആ പാത്രത്തിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം.
ഇനി ഏത് പാത്രത്തിലാണോ ഇത് സെറ്റ് ചെയ്യാൻ പോകുന്നത് ആ പാത്രത്തിൽ ആ ചൂടോട് കൂടി തന്നെ ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഇതുപോലത്തെ ഒരു ട്രേ ആണ്, ഗ്ലാസിൻ്റെ ഒരു ട്രേ ആണ് എടുത്തിട്ടുള്ളത്. ഇതിലങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് സ്റ്റീൽ പ്ലേറ്റിൽ ഒഴിച്ചു കൊടുക്കാം. പെട്ടെന്ന് തന്നെ സെറ്റായി കിട്ടും. ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇത് ചൂടാണ്, ഇതിൻ്റെ ചൂട് നല്ലതുപോലെ ഒന്ന് മാറി കിട്ടണം. ഇപ്പോൾ ഇതിൻ്റെ ചൂട് നല്ലതുപോലെ ഇതാ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഫ്രിഡ്ജിൽ ഒന്ന് 2 മണിക്കൂർ സെറ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് 2 മണിക്കൂർ സെറ്റ് ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് ചോക്കോ ചിപ്സ് വിതറിയിട്ട് കൊടുക്കാം. ഇത് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തതിൽ നിന്നും ഒരു പീസ് ഇതാ എടുത്തിട്ടുണ്ട്. നല്ല ജെല്ലി പോലെ സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇതാ കണ്ടില്ലേ, ജെല്ലി പോലെ സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പം നിങ്ങൾ എന്തായാലും കോഫി പൗഡർ വെച്ചിട്ടുള്ള ഈ പുഡിങ് ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പം നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്